ദൈവം സൃഷ്ടിച്ച മനുഷ്യരുടെ കാര്യത്തിൽ ദൈവം ശ്രദ്ധാലുവാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ മനുഷ്യൻ തൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ കാര്യത്തിൽ എന്തുമാത്രം ശ്രദ്ധാലുവാണ്, എങ്ങനെയാണ് ആ സൃഷ്ടാവിനെ കാണുക, എങ്ങനെയാണ് ആ സൃഷ്ടാവിനെ സമീപിക്കുക എന്നുള്ള കാര്യത്തിലെ സംശയമുള്ളൂ. നമ്മൾ പലപ്പോഴും കാണുന്ന നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആധ്യാത്മികത എന്ന് പറയുന്നത്, ദൈവത്തെ നമ്മുടെ ആവശ്യങ്ങളിൽ സഹായിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങളിൽ സഹായത്തിന് എത്തുന്ന, അല്ലെങ്കിൽ സഹായത്തിന് എത്തിക്കാൻ കഴിയുന്ന ഒരു ഉറവിടമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പരീക്ഷകളുടെ സമയം എടുക്കുമ്പോഴോ, കുട്ടികളുടെ പരീക്ഷയുടെ സമയം എടുക്കുമ്പോഴോ, നമ്മുടെ ഏതെങ്കിലും പ്രത്യേക വിഷമസന്ധികൾ വരുമ്പോഴോ എല്ലാം നമ്മുടെ പൊതു ജാതി മതഭേദമന്യേ പ്രാർത്ഥനാ സ്ഥലങ്ങളിലെല്ലാം വലിയ തിരക്കുകളൊക്കെ കാണാറുണ്ട്. കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ വലിയ പ്രാർത്ഥനക്കാരുമാണ്. ആ സമയത്ത് വലിയ നിയോഗങ്ങളാണ്. അതിനകത്തൊന്നും യാതൊരു തെറ്റുമില്ല. നമ്മുടെ അധ്വാനങ്ങൾക്ക് സമ്മാനം തരുന്ന ദൈവമായിട്ടാണ് ദൈവത്തെ നമ്മൾ കാണേണ്ടത്. കാരണം നമ്മൾക്ക് അധ്വാനിക്കാനായിട്ടുള്ള സൗകര്യവും സാഹചര്യമാണ് ദൈവം ഒരുക്കി തന്നിട്ടുള്ളത്. ബാക്കിയുള്ള നമ്മൾ ചെയ്യണം. നമ്മൾ പൊതുവെ പറയാറില്ലേ, നമുക്ക് കുതിരയെ വെള്ളത്തിൽ കൊണ്ടുവന്ന് എത്തിക്കാവുന്നേ പറ്റുള്ളൂ. ആ വെള്ളം കുതിര കുടിക്കണം, അത് കുതിര തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരു കൊച്ചു കഥ കേട്ടിട്ടുണ്ട്. ദൈവത്തോടുള്ള ഒരു സമീപനത്തിൻ്റെയും ദൈവത്തിൻ്റെ പ്രതികരണത്തിൻ്റെയും കഥ വളരെ ലളിതമാണ്. ഒരു കാളവണ്ടിക്കാരൻ, ഇങ്ങനെ 3 കാളവണ്ടിക്കാരാണ് യാത്ര ചെയ്യുന്നു. ഒന്നാമത്തെ കാളവണ്ടി വഴിയിൽ റോഡിൽ നിന്നും തെന്നി ചെളിയിൽ താന്നുപോയി. എന്ത് ചെയ്താൽ അദ്ദേഹം ഈ വീൽ ഉയർത്താൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് സകല മനുഷ്യരോടും ചീത്ത പറയുകയാണ്. ഈ കാളവണ്ടി ഞാൻ എത്ര നോക്കിയിട്ടും ഇത് എന്തൊരു റോഡാണ്, ഇത് ആരുടെ പണിയാണ്, ഈ മഴ പെയ്തില്ല എന്നെങ്കിൽ അങ്ങനെ സ്വയം ശപിച്ചുകൊണ്ടും ഇങ്ങനെയുള്ളവരെ ശപിച്ചുകൊണ്ടും നേരെ നടക്കാത്ത കാളയെ ശപിച്ചുകൊണ്ടും എല്ലാം അദ്ദേഹം ഈ വീല് ഉയർത്തി നേരെയാക്കിയ റോട്ടിലേക്ക് നോക്കുന്നുണ്ട്. ദൈവം ആ വഴി കടന്നു വരുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യനെ കണ്ടിട്ട് ദൈവം ഒന്നും ചെയ്യുന്നില്ല. ദൈവം ഗൗനിക്കാതെ മുന്നോട്ട് പോയി. അപ്പൊ ഇദ്ദേഹം നോക്കുന്നുണ്ട്, ഇത് എന്തൊരു ദൈവമാണിത്, ഞാനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് ഒരലിവും എന്നോട് തോന്നിയില്ലെന്ന്. രണ്ടാമത്തെ ഒരു മനുഷ്യൻ, ഈ വണ്ടി ഇതുപോലെ തന്നെ ചെളിയിൽ വീണു പോയിട്ട് അദ്ദേഹം ഒന്നും ചെയ്തില്ല. അദ്ദേഹം നേരെ റോഡിൽ മുട്ടുകുത്തിയിട്ട് അദ്ദേഹത്തിന് അറിയാവുന്ന ദൈവത്തെ, അദ്ദേഹം വിശ്വസിക്കുന്ന മതത്തിലെ ദൈവത്തെ വിളിച്ച് ഭയങ്കര പ്രാർത്ഥനയാണ്. ദൈവമേ, ഈ ഒരു അത്ഭുതം, എന്തുമാത്രം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനാണ് ദൈവം. ഒരു അത്ഭുതം പ്രവർത്തിച്ച് ഈ വണ്ടി ഈ റോഡിലേക്ക് മാറ്റി എൻ്റെ യാത്ര തുടരാൻ അനുവദിക്കണം. ദൈവം അതിൽ കടന്നു പോകുന്നുണ്ട്, ഒന്നും ചെയ്യുന്നില്ല. ഈ മനുഷ്യൻ ചിന്തിക്കേണ്ടത്, ഇതെന്ത് ദൈവമാണ്, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഒരു ഉത്തരവും തരാത്തത് എന്തൊരു ദൈവമാണ്. മൂന്നാമത്തെ ഒരു കാളവണ്ടി ഇതുപോലെ തന്നെ വഴി വീണ് കിടക്കുന്നു. അദ്ദേഹം ഈ വീൽ ഉയർത്താൻ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. കൂട്ടത്തിക്കിട്ട് അദ്ദേഹം ദൈവത്തോട്, ദൈവമേ എന്നെ ഒന്ന് സഹായിക്കണം, എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് മാത്രം ഈ വീല് ഉയർത്തി റോഡിലേക്ക് കടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് സാധിക്കുകയില്ല, ദൈവം എന്നെ ഒന്ന് സഹായിക്കണം. ആ വഴി വരുന്ന ദൈവം ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെ സഹായിച്ച് ആ വീൽ ഉയർത്തി റോഡിലേക്ക് ആക്കി ആ മനുഷ്യന്റെ യാത്ര തുടരാൻ അനുവദിക്കുന്നു. ദൈവം അദ്ദേഹത്തോട് യാത്ര പറയുന്നു, അദ്ദേഹം ദൈവത്തോടും നന്ദിപൂർവ്വം യാത്ര പറയുന്നു, അദ്ദേഹത്തിന്റെ യാത്ര തുടരുന്നു. ഇത് കൊച്ചു കഥയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ദൈവത്തെ ഒരർത്ഥത്തിൽ നമ്മുടെ ആവശ്യത്തിന് മാത്രം വിളിച്ചുകൊണ്ട് നമ്മൾ അധ്വാനിക്കാതിരിക്കുന്ന ആൾക്ക് ഒരു സഹായം കിട്ടില്ല. ദൈവത്തെ പൂർണ്ണമായിട്ടും മറക്കുന്നവനെയും തിരസ്കരിക്കുന്നവനെയും ദൈവത്തിന് സഹായിക്കാൻ സാധിക്കില്ല. ദൈവം സഹായിക്കില്ലാത്തതുകൊണ്ടല്ല, ദൈവത്തിന് സാധിക്കില്ല. നേരെ മറിച്ച് തൻ്റെ അധ്വാനത്തോട് പ്രതിഫലം നൽകാൻ, തൻ്റെ അധ്വാനത്തോട് ചേർന്ന് നിൽക്കാൻ ദൈവത്തെ ക്ഷണിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവും. അതുകൊണ്ട് അപ്രകാരമുള്ള ഒരു ജെന്യുവിൻ ആത്മീയത, ആധ്യാത്മികത നമുക്ക് വളർത്തിയെടുക്കാൻ പരിശ്രമിക്കാം. നമ്മുടെ അധ്വാനത്തോട് ചേർന്ന് നിൽക്കാൻ, നമ്മുടെ അധ്വാനത്തിന് അനുഗ്രഹിക്കാൻ ദൈവത്തെ വിളിക്കുന്ന ഒരു യഥാർത്ഥ ആത്മീയത. ആ ആത്മീയതയിൽ ദൈവം പ്രസാദിക്കും. ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാതിരിക്കാൻ സാധിക്കാത്ത വണ്ണമുള്ള ഒരു യഥാർത്ഥ ആത്മീയതയാണ്. അപ്രകാരമുള്ള ഒരു ആത്മീയത വളർത്തിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.